ചെറിയ ചെറിയ വിളവുകളുണ്ടായി. ആരെ കൃഷി സ്ഥലമാണ് കൂടുതൽ ഭംഗിയാവുക എന്നുള്ള ഒരു ചെറിയൊരു സരിതിക്കൊന്ന് വിളവെടുക്കാറുന്നില്ലേ? അതിങ്ങനെ അതിന്റെ അടുത്ത് വന്നിട്ട് ഒറ്റ കടി ആ തക്കാളിമേ നല്ല ചൊമ്പുറുമ്പാ കടിക്കണത്. ഇങ്ങനെ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ തന്നെ. അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ പൊട്ടിച്ചെടുത്ത വെണ്ടക്കായും വഴുതനങ്ങയാണ്. ഇല്ല ഇതെരിവുണ്ടോന്ന് നോക്കിയേ. വെറുതെ തമാശക്ക് കഴിക്കുന്ന സാധനം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ 40 ദിവസം മുമ്പ് ഒരു കൃഷിഭൂമി കുഞ്ഞിത് 15 സെൻറ്റ് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സജീൻ്റെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അത് വെറുതെ ഒരു മരുഭൂമി പോലെ കിടക്കായിരുന്നു. കുറേ ഇല്ലേ കുഴപ്പമില്ല. അനിലേട്ടൻ കോഴികളൊക്കെ വളർത്തി ഇവിടെ എന്താ പറയുക ആകെ ഒരു ഉറച്ചൊരു സ്ഥലം പോലെയായിരുന്നു. അപ്പോൾ അതിലാണ് നമുക്ക് കൃഷി ആരംഭിച്ചത്. അപ്പോൾ ഇപ്പോൾ ഒരു 40 ദിവസം കഴിഞ്ഞു. അപ്പോൾ 40 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന മാറ്റങ്ങൾ, പിന്നെ അത് മാത്രമല്ല ഇതിൽ കുറച്ച് കുഞ്ഞ് നമ്മുടെ പ്രയത്ന ഫലമായി ചെറിയ ചെറിയ വിളവുകളുണ്ടായി. അപ്പോൾ അത് വിളവെടുക്കൽ കൂടിയാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ അല്ല വിളവെടുക്കലൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങുന്നു. നമ്മളിത് അമരക്കായ പൊട്ടിച്ചു തുടങ്ങുന്നു, വെണ്ടക്കായ പൊട്ടിച്ചു, മണിത്തക്കാളി പൊട്ടിച്ചു തിന്നുമായിരുന്നു. പിന്നെ ഒന്നും പൊട്ടിച്ചിട്ടില്ല. പിന്നെ ഒന്നും പൊട്ടിക്കാറായിട്ടില്ല. ഉണ്ടായിക്കൊണ്ടിരിക്കില്ല. കയപ്പക്കായ കുക്കുമ്പറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ വിളവെടുപ്പാണ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല എനിക്ക് ഞാൻ അവിടെ ഒരു കൃഷി രീതി കാണിച്ചു തരാം. ഇന്ന് കാലത്തൊക്കെ എന്താ എന്ത് രസമായിരുന്നുള്ള കാഴ്ചകളായിരുന്നു അറിയൂ. അതായത് അപ്പുറത്ത് അനിലേട്ടൻ ചെറിയേട്ടനൊക്കെ ഇരുന്ന് കളകോട് കാലത്ത് അല്ലഞ്ചേട്ടൻ കളയ്ക്കുന്നു, ചേച്ചി ഹെൽപ്പ് ചെയ്യുന്നു. ചെറിയേട്ടനും സച്ചിനും കളയ്ക്കുന്നു, ചെറിയേച്ചി ഹെൽപ്പ് ചെയ്യുന്നു. ഇവിടെ ചേട്ടൻ പണിയെടുക്കുന്നു, ഞാനും ജഗ്ഗു. നീ ഉണ്ടായിരുന്നില്ലേ? അവൻ ട്യൂഷൻ പോയിക്കായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ. മൊത്തത്തിൽ എന്താ വെച്ചാലേ ആരെ കൃഷി സ്ഥലമാണ് കൂടുതൽ ഭംഗിയാവുക എന്നുള്ള ഒരു ആരോഗ്യകരമായ മത്സരം. അത് നമ്മുടെ മിസ്റ്റർ ബട്ട്ലറിൽ മറ്റേ കൊച്ചിൻ കനീഫ അവരെ വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി പലചരക്ക് പിടിയുണ്ടായിരുന്നല്ലോ. അല്ല എല്ലാവർക്കും വേറെ വേറെ പലചരക്ക് പിടിയല്ലോ. എന്നിട്ട് മത്സരമല്ല ആരാണ് ഏറ്റവും അവസാനം അടയ്ക്കുക, ആരാണ് ഏറ്റവും ആദ്യം തുറക്കുക എന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ കനീഫ രാത്രി പാതിരാത്രിക്ക് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നതൊക്കെ കണ്ടിട്ടില്ലേ? മഞ്ജുപിള എന്നിട്ട് വിഷമിച്ച് ദുഃഖിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ ആരാണ് ഏറ്റവും പുലർച്ചെ ഇവിടെ ഒന്ന് പണിയുക അങ്ങനെ. പക്ഷേ അതൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര രസമായിരുന്നു കാലത്ത്. അപ്പോൾ ഞങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു സാധനം പണിപ്പിച്ചിട്ടുണ്ട്. നോക്കിയേ ഇപ്പോൾ സുമേഷ് പണിത് തന്നിട്ടുള്ള സാധനമാണ് കണ്ട് ഇരിക്കാനായിട്ട് ഒരു മനോഹരമായ കട്ടിൽ എന്നും പറയാൻ പറ്റില്ല, എന്നുവെച്ചാൽ ബെഞ്ചെന്നും പറയാൻ പറ്റില്ല. ഇത്തിരി വീതിയിൽ ചെറുത് മതി ഞാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത്തിരി കൂടി വീതിയാണ്, ഇടയ്ക്ക് ചേട്ടന് ക്ഷീണം തോന്നുമ്പോൾ കിടക്കണം, തലോണ വെച്ച് കിടക്കാമല്ലോ, നല്ല കാറ്റും കൊണ്ട് കിടക്കാമല്ലോ മാവിൻ്റെ ഇടയ്ക്ക്. എന്ത് രസമാണ്. പിന്നെ ഇത് മഴ കൊണ്ടാലും കുഴപ്പമില്ല, ഫുള്ള് ഇരുമ്പല്ലേ. നമുക്കൊരു മരത്തിന്റെ കളർ പോലെ ഒരു കാപ്പി കളർ പോലത്തെ പെയിന്റ് അടിക്കാം. അങ്ങനെ അത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ കാലത്താണെങ്കിൽ പിന്നെ അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ മറ്റേ ഈ തോറ്റം പാട്ടം നിട്ടാനുണ്ട്. അപ്പോൾ നമ്മുടെ വിളവെടുപ്പൊക്കെ നടത്താം. അല്ല വിളവെടുപ്പ് നടത്താം. പ്ലേറ്റ് എടുക്ക് പൊട്ടിക്കാൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞില്ലേ, ഞാനിവിടെ ഒരു സുന്ദരി ചീരാണ് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു സുന്ദരി. ഇതിന് നട്ടപ്പോൾ സരിത കുറ്റം പറഞ്ഞു, ഇതിന് കടക്കെ ചാണം കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയേ അതിൻ്റെ ഭംഗി നോക്കിയേ. നട്ടേനല്ല കുറ്റം പറഞ്ഞേ, ഒരു കുഞ്ഞത് ഇത്ര പോന്നൊരു തൈൻ്റെ കടയ്ക്ക് ഒരു ലോഡ് ചാണം. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് അത് ഇത്രയ്ക്കധികം ചാണം എന്തിനിട്ടേക്കണേ ചോദിച്ചതാ. അപ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് നമ്മുടെ വെണ്ടയാണ്. ഇത് ചുവപ്പ് കളറിൽ കുറേ വട്ടം പൊട്ടിച്ചുട്ടാ, 3-4 വീതം കിട്ടും എണ്ണും. അപ്പോൾ അതേ ആദ്യത്തെ അതായത് ഈ വെണ്ടയില്ലേ, ഈ വെണ്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വലിയ ടേസ്റ്റില്ല, കൊഴുപ്പ് കുറവല്ലേ സരിത? കൊഴുപ്പ് കുറവാണോ? അടുത്തത് കാണാൻ ഭംഗിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത മുറിക്കിന് ഉപ്പേരി കൂട്ടാൻ വെച്ച് നോക്കിയാൽ അറിയുള്ളൂ ടേസ്റ്റ് ഉണ്ടോന്ന്. നമ്മളിപ്പോൾ ഇത് എന്തൊരു ചെയ്തെന്നറിയോ? ചേട്ടന് വൈകുന്നേരം ഉലുവയും ഇതരിഞ്ഞിട്ടിട്ട് രാവിലെ വെള്ളം കുടിക്കുന്നുണ്ട്. ഷുഗറിന് നല്ലതാണല്ലോ. അല്ല ഷുഗർ ഉണ്ടെങ്കിൽ തന്നെ പൊക്കോട്ടെ. പക്ഷെ കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് ചെയ്തപ്പോൾ ഇല്ല. ഇപ്പോൾ കുറേ നാളിട്ട് കുടിക്കാറില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് വീണ്ടും കുടിക്കാൻ തുടങ്ങിയിട്ട് ഇത് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് 4 എണ്ണം എന്നും കിട്ടും. അപ്പോൾ ആ 4 എണ്ണം പൊട്ടിച്ചിട്ട് അരിഞ്ഞിട്ടിട്ട് ഉലുവയും കൂടിയിട്ടിട്ട് ഇത് കുടിക്കുന്നുണ്ട് ഇപ്പോൾ. ഞാൻ വിചാരിച്ചപ്പോൾ വെള്ളത്തിന് ചുമപ്പ് കളർ വരുന്നു കേട്ടാ ചേട്ടാ, ഈ കളറേ. പക്ഷേ ഇല്ല, നല്ല ഭംഗിയുള്ള വെണ്ടകൾ. അപ്പോൾ ഇത്ര വെണ്ടകളുള്ള അതിൽ ഇനി അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇതിപ്പോൾ വെറും 40 ദിവസത്തെ ഫലമാണ് കേട്ടോ കാണിക്കുന്നത്. വഴുതനങ്ങ പണ്ട് കാലത്ത് നമ്മൾ പീടികയിൽ നിന്ന് കിട്ടിയിരുന്ന വഴുതനങ്ങ നമ്മുടെ 6 വഴുതനങ്ങയാണ് ഇവിടെ നട്ടിട്ടുള്ളത്. അപ്പോൾ 6 വഴുതനങ്ങയിൽ ഇത് ഈ കണ്ട ഉണ്ട വഴുതനങ്ങ കണ്ട, ഇതാണ് നമ്മൾ സരിതിക്കൊന്ന് വിളവെടുക്കാറുന്നില്ലേ, ഒന്ന് കാണിക്കാൻ. ചേട്ടൻ പൊട്ടിച്ചോ? പ്ലേറ്റ് പിടിച്ചിക്കാം. അയ്യോ ഇത് നിറയെ ഉറുമ്പ. ആണോ? കടിക്കണ ഉറുമ്പ് അല്ലേ? വഴുതനേമല. ദേ വഴുതനേമ നിറയെ. അടുത്തത് അയ്യോ അതുമില്ലുണ്ടാ? ഇല്ല, ഇതിന്മേ എന്തൊട്ടൊരു കേടല്ല, കേടന്നെ. ഇത് അങ്ങനെ 3 വഴുതനങ്ങ കിട്ടിയിട്ടാ. പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കണല്ലോ നമ്മൾ. എന്തൊരു ഭംഗിയല്ലേ ഇങ്ങനത്തെ കാണുമ്പോഴേ നമ്മൾ കണ്ട അധ്വാനത്തിൻ്റെ ഫലം. ഇനി വിളവെടുപ്പെന്ന് പറയാനായിട്ടുള്ളത് ആയി വരണല്ലോ. പിന്നെ കായൊക്കെ കണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉറകെട്ടി വെച്ചിട്ടുണ്ട് വെറുതെ, നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ്ടത് ഇതിലൊക്കെ ഉണ്ടായിക്കുന്നുണ്ട്. ഇനി പൊട്ടിക്കാനുള്ളത് അയ്യോ ഇത് പിടിച്ച ആദ്യം മാന്ത്. ഇതെന്ത് തുറുമ്പിടാ, നല്ല ചൊമ്പുറുമ്പാ കടിക്കണത്. ഇനിയുള്ളത് വിളവെടുക്കാനുള്ളത് മണിത്തക്കാളിയാണ്. മണിത്തക്കാളി ഓരോ പിഞ്ഞാണം കൊണ്ടുവന്നേ, ഓരോ പിഞ്ഞാണെന്നറിയാ എല്ലാ ദിവസവും പൊട്ടിക്കും. കൊണ്ടുപോവാ. പിന്നെ പയറുണ്ട്, പയർ പൊട്ടിക്കൽ കഴിഞ്ഞിരുത്ത. അത് ഒരുവിധമൊക്കെ കണ്ടില്ലേ, അണ്ണറക്കണ്ണന്മാരും നന്നായിട്ടില്ലേ പയർ നന്നായില്ല. ഇവിടെ അവിടെ ഉണ്ട് കേട്ടാ. അയ്യോ ചേട്ടാ കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കാന്ന് വെച്ചാ മാന്തലൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്തോ. ശരി മാന്തൽ ശരി. ഇതേ പൊട്ടിക്കണം കേട്ടോ. ഉണ്ണി നീ വിളവെടുത്ത മണിത്തക്കാളി കണ്ട, മണിത്തക്കാളി പൊട്ടിച്ചോടാ. നീ പിഞ്ഞാണ കാണിക്ക്. പിഞ്ഞാണ അതും പറ്റില്ലേ, ഏതെങ്കിലും ഒന്ന് ചെയ്. ഈ സാധനം നമ്മുടെ ഈ കുയിലുകൾക്കും ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ല സരിത ആയിരിക്കണം. 1 കിലോ തക്കാളി ഇത് കിട്ടിയാലും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ വിത്തല്ല തൈ മണ്ണുത്തിയിൽ കിട്ടും മണിത്തക്കാളി കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആഴ്ചയിൽ ഇപ്പോൾ ഒരു 2 ആഴ്ചയിൽ നമ്മളിത് വിളവെടുപ്പ് തുടങ്ങിയിട്ട് തരുന്നത്. എല്ലാ ദിവസവും വരുമ്പോൾ അന്നത്തെ പഴുത്തത് ചേട്ടൻ പൊട്ടിച്ച് ഞങ്ങൾക്ക് തരും. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 5 നേന്ത്രവാഴയാണ് ഇപ്പോൾ നട്ടവണത്. അപ്പോൾ അതിപ്പോൾ അത്യാവശ്യം വലിപ്പമായല്ലോ. വലിപ്പമായി കഴിഞ്ഞപ്പോൾ ഇനി വേറെ 2 നേന്ത്രവാഴ കന്നുകൂടിയും അല്ലേട്ടൻ വാങ്ങിച്ചു കൊണ്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഴിച്ചിടണം. എപ്പോഴും നേന്ത്രപ്പഴം കിട്ടണ്ട. നേന്ത്രപ്പഴം നമുക്ക് മടുക്കാത്ത സാധനമാണല്ലോ. ചേട്ടന് മടുക്കണ ഫ്രൂട്ട് ഏതാന്ന് പറഞ്ഞേ? ആപ്പിള് മടുക്കുവോ? ആപ്പിള് എനിക്ക് മടുക്കണം. അല്ല നേന്ത്രപ്പഴം ഒരു പാലിൻ്റെ പോലെ തന്നെ ഒരു സമീകൃതാഹാരം എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അല്ല വീടുകളിൽ ഒരാവശ്യമുള്ളൊരു സാധനമാണ് നേന്ത്രപ്പഴം. ബാക്കിയുള്ള പഴങ്ങൾ പോലെയല്ലല്ലോ. നമുക്ക് കാലത്തൊരു നേന്ത്രപ്പഴം ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ അരമണിക്കൂർ നേരത്തെ വേറെ ഭക്ഷണമൊന്നും ചേട്ടന് വേണ്ട. ഇന്നത്തെ ദിവസം ഒരു സാധനം വേണ്ട നമുക്ക് പറയാമെന്ന് വേണമെങ്കിൽ നോക്കിയാൽ പിഞ്ഞാണത്തിൽ കണ്ട ഇത്രയും പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഉണ്ട്. ഇത് കൈയോടെ തന്നെ കഴുകി തിന്നാട്ടാ. ഇപ്പം ഞാനേ നമ്മുടെ ആളുകൾ തന്നെ പറഞ്ഞില്ലേ ഇങ്ങനെ കൈയോടെ പൊട്ടിച്ചിട്ട് കഴിക്കരുത്, കഴുകിയിട്ട് കഴിക്കാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ ആ പരിപാടി കൈയോടെ പൊട്ടിച്ച് കഴിക്കുന്ന പരിപാടിയൊക്കെ നിർത്തി. പിന്നെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു തക്കാളിയില്ലേ, മണിത്തക്കാളിയല്ല ശരിക്കുള്ള തക്കാളിയില്ലേ, അതിങ്ങനെ പഴുത്തിട്ട് ഒരെണ്ണം താഴെ ചെടിയിൽ താഴെ ഇങ്ങനെ നിൽക്കാം, മണ്ണിനോട് ചേർന്നിട്ട് മണ്ണ് മുട്ടിയിട്ടില്ല. അപ്പോൾ ഒരു അണലി പാമ്പില്ലേ, അതിങ്ങനെ അതിൻ്റെ അടുത്ത് വന്നിട്ട് ഒറ്റ കടി ആ തക്കാളിമേ കുറച്ച് സമയം ഇങ്ങനെ കടിച്ചു നിന്നിട്ട് വിട്ടിട്ട് ആള് പോയി. അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടി, എനിക്ക് കാണിച്ചു തന്നപ്പോൾ എനിക്ക് പേടിയായി. പിന്നെ ഇന്നാള് എന്തോരം പറഞ്ഞാലും കാര്യമില്ല, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയും. എനിക്കൊന്നും സംഭവിക്കില്ല അങ്ങനെ പറയില്ല. അങ്ങനെയൊന്നുമില്ല. പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ പണ്ട് തൊട്ട് തിന്നണ. പക്ഷെ പണ്ടത്തെ വവ്വാലും ഇതൊന്നല്ല ഇപ്പോ ഹണ്ണിറങ്ങണ ഇന്നും കടാ ഇത്രക്ക് എന്താലേ ഈ സാധനം വാരി വാരി തിന്നോ. അതെ ഇതിങ്ങനെ നോക്കിയാ നോക്കെ വാരി വാരി ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ തിന്നാ. പാട്ട് തന്നെയല്ലേ പാട്ട് കേൾക്കണു. ജഗുവിന് കൊടുത്തോളാം. അത് മുങ്ങി അതിൻ്റെ ഇടയിൽ അപ്പളേക്കാൻ കിടും. ഈ സാധനം സരിത
ഇവിടെ നിന്നിട്ട് ഇത് ചെയ്യാൻ പോകണട്ടാ. ഞാൻ എന്തൊട്ട് ചെയ്യണ്? ഇത് അരിഞ്ഞ് വെറുതെ ഇത്തിരി വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് വേവിക്കും. ബാക്കി അരി ഞാൻ പറയാം. ഇത് രണ്ടും കൂടി ഇപ്പോൾ നമ്മളിപ്പോൾ ആ വശത്ത് അല്ല വെണ്ടക്കായ ഒക്കെ പൊട്ടിച്ചു. പക്ഷേ ഈ വശത്ത് ഈ പയറാണ്. പയറ് പൊട്ടിക്കാറായില്ല. കുറേ ഇല ഞങ്ങൾ നുള്ളി കളഞ്ഞു. ഇല നിറച്ചായിക്കായിരുന്നു. അപ്പം ഇല കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂടൽ കുറയും, ഫലം കുറയും. അതുകൊണ്ട് ഞങ്ങൾ ഇല കുറേ നുള്ളി കളഞ്ഞു 2 ദിവസം മുന്നേ. നിറച്ച് പൂട്ടിട്ടുണ്ട് കേട്ടാ. ഇത് പയറൊക്കെ നിറച്ചിട്ടുണ്ടായിട്ടുണ്ട്. നമുക്ക് കാണാനില്ല എന്നുള്ളത് കണ്ടോ, ഒക്കെ ചെറുതുകളാ. പൊട്ടിക്കാറായിട്ടില്ലേ? അതേ കണ്ട പയറ്. ഇത് ഇവിടെയൊക്കെ പയറുണ്ടായിട്ടുണ്ട് കണ്ട. പച്ച പയറാന്ന് മാത്രം, പച്ച കളറുള്ള പയർ കണ്ട നിറച്ചിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ കുക്കുംബർ എന്ന് പറയാനായിട്ട് ഇതേ ഫസ്റ്റ് കുക്കുംബറാണ് നമ്മൾ ആദ്യത്തെ കുക്കുംബർ. പിന്നെ ഇവിടെ കുത്ത് കിട്ടിയ എന്തൊരു ഷേപ്പ്ലെസ് ആയിട്ടിരിക്കണേ. അത് നോക്കിയിട്ട് കാര്യമില്ല ആൾക്ക്. പിന്നെ ഇവിടെ കുറേ ഉണ്ടായിട്ടുണ്ട്. എവിടേക്ക് കണ്ടല്ലോ അവിടെ. അതെ ഇത് കണ്ട അതേ ആകെ ഞെട്ടുകളിലുണ്ടാവണം. 2 ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പുറത്ത് പടവലങ്ങ പൂവിട്ടുണ്ട്. ഇതേ പടവലങ്ങ പൂവിട്ടു. അല്ല ചേട്ടൻ്റെ അടുത്ത പടവലങ്ങ ഉണ്ടാവല് കഴിഞ്ഞു. അതിന്റെ കാലാവധി കഴിഞ്ഞു. പടവലങ്ങയൊക്കെ കുറച്ച് നാളുള്ളൂ അല്ലേ? കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ചീര പിന്നെ മൊത്തം പൂവായി. ചീര കാരണം അവിടെ ഇവിടെ നിൽക്കണ്ടായിരുന്നു. ചേട്ടൻ പറിച്ചു കൊണ്ട് വെച്ചത്. അപ്പൊ വെക്കുമ്പോഴേ അല്ല ചേട്ടൻ പറഞ്ഞു ഇത് എന്തിനാ വെറുതെ വെക്കണത്, വരുന്നതേ പൂവായിട്ടാവും വരാന്ന്. പച്ചപ്പിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പെട്ടെന്ന് പച്ചപ്പാവാൻ വേണ്ടിട്ട് ചേട്ടൻ വെച്ചത്. അത് ഇനിയിപ്പോ ഈ ചീര വിത്തുകളൊക്കെ ഇവിടെ വീഴും. പിന്നെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ മുളയ്ക്കും. ഇത് മുള്ളൻ ചീരക്കുണ്ട് കണ്ട. അല്ലാണ്ട് വെറുതെ ഒരു തമാശ വെച്ചോണത്. അപ്പോൾ ഇതിൻ്റെ വിത്തുകളൊക്കെ ഇവിടെ വീണ് ഇവിടെ ചീരകൾ നിറയ്ക്കും. മെയിനായിട്ട് ചേട്ടൻ പണി കുറേ സമയം എടുക്കണത് എപ്പോഴാണ്? കാലത്ത് എണീറ്റപ്പം തന്നെ. കാലത്ത് എണീറ്റ് മിക്കവാറും ഒരു 6:30 കൂടി ഇങ്ങോട്ട് വരും കേട്ടോ. ജഗ്ഗുവിന് സ്കൂളിൽ കൊണ്ടുവന്നാക്കണത് ഒരു 9 മണിയാകുമ്പോഴാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 8:45 വരെ, 6:30 തൊട്ട് 8:45. അതിൻ്റെ ഇടയിൽ ഞാൻ കാപ്പിയും കൊണ്ടുവന്നിട്ടൊരു 10-20 മിനിറ്റ് സമയം പോവും. കാപ്പി കുടിച്ചിട്ട് വർത്താനൊക്കെ പറഞ്ഞ ഒരു 20-25 മിനിറ്റ് പോവും കേട്ടോ. അത് കഴിച്ചിട്ട് ബാക്കി സമയം ആണ് പണി. അപ്പം ആ സമയത്ത് നിതിൻ ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. ആ സമയത്താണ് ശരിക്കും പണി നടക്കുക. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വാഴക്കൂട്ടം കളഞ്ഞു. വാഴക്കൂട്ടായിരുന്നു. അത് കളഞ്ഞിട്ട് ഇതേ ചവറൊക്കെ ഇട്ട് ചേട്ടൻ ഇങ്ങനെയാക്കി. ഇനി ഇതിലും കിട്ടുന്ന നടാൻ പോണത് കോഴിക്കാട്ടം ചപ്പ് ചവറൊക്കെ നിറച്ച് ഇവിടുത്തെ ചപ്പ് ചവറൊക്കെ കൂട്ടിയിട്ടു. ഇനി ഇതിൽ പച്ചമുളകാണ് നടാൻ പോണത്. പച്ചമുളക് കൂടുതൽ നടാന്ന് വെച്ചു. അപ്പോൾ നമുക്കേ നമ്മുടെ മുളക് നമ്മൾ പൊടിപ്പിക്കാൻ വാങ്ങിക്കണതിൻ്റെ കൂടെ കൂടുതലുണ്ടെങ്കിൽ പൊടിപ്പിക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് കൂടുതൽ പച്ചമുളക് നടാൻ പോവാ. കൂട്ടത്തിലൊരു കായക്കൊല്ലി ഉണ്ടായിരുന്നു. അത് വെട്ടിയതാ. അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലം എന്ന് പറയാൻ പറ്റില്ല. ഇത് മുന്നോടി ഉണ്ടായിരുന്നതാണ്. പൂവനല്ല അത്. പൂവൻ. പിന്നെ ഇവിടെ വന്നിട്ട് ആളുകൾ ചിലർക്ക് എൻ്റെ പുതിന ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ നട്ടിട്ടുള്ളതാണ് പുതിന. ഇത് വലുതായി വരുന്നുള്ളൂ. അപ്പോഴേക്കും ഇതിന്ന് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഇതിന്ന് 2 പറിച്ചു കൊടുത്തു ഒരാൾക്ക്. അതെ അപ്പുറത്തുണ്ട് കണ്ടാ ഈ പുതിന കണ്ടാ. ഇതിന്ന് പറിച്ചു കൊടുത്തു അവരെ വീട്ടിലേ. ചില ആളുകൾക്ക് എന്ത് ചെയ്താ പിടിക്കണില്ല. പുതിന പിടിക്കണില്ല. എത്ര വട്ടം കൊണ്ടുപോയിട്ട് നട്ടിട്ടും പുതിന പിടിക്കണില്ല. എന്താണെന്ന് അറിയില്ല. പക്ഷെ അത് സുഖമാണ്. നമ്മൾ കടയിൽ നിന്ന് പുതിന വാങ്ങിക്കില്ല, ഒരു കെട്ട് അതിലത്തെ മൂത്ത തണ്ട് നോക്കി കുഴിച്ചിട്ടാ തന്നെ ഇത് പിടിക്കും. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് വെച്ചല്ലേ. അപ്പോഴാണ് ഈ സാധനം എത്ര ഉണ്ടാവും മനസ്സിലായത്. പിന്നെ പൊന്നാങ്കണ്ണി ചീരയൊക്കെ പൊടിച്ചു നല്ല പിടിച്ചു. അങ്ങനെ പിന്നെ നമുക്ക് പപ്പായ നടാൻ പോവാം. അല്ലേട്ടൻ്റെ ഇവിടെ നോക്കിയാൽ റെഡ് ലേഡി പപ്പ നട്ടിട്ടുണ്ട്. റെഡ് ലേഡി ഇടുക കണ്ടാ. 3 പപ്പയാണ് കേട്ടാ. 1 2 3 നട്ടിട്ടുണ്ട് കേട്ടോ. ഈ റെഡ് ലേഡി നട്ടോണം നോക്കിയാൽ കെടുത്തിയിട്ട് നട്ടോണത്. നമ്മൾ സാധാരണ തൈ ഇങ്ങനെ കിട്ടിയിട്ട് നേരെയല്ലേ, സ്റ്റഡിയല്ലേ സാധനം. ഇത് ഇങ്ങനെ കെടുത്തി വെച്ചു. അല്ല രാവിലെ അതിങ്ങനെ ഇപ്പോഴേക്കും തന്നെ അതിങ്ങനെ നിവർന്നു. അപ്പോൾ നമുക്ക് റെഡ് ലേഡി നടണമല്ലോ. അപ്പോൾ എന്തായാലും ചേരേണ്ട എത്തിക്കോ. വാ ചേരേട്ടൻ പറഞ്ഞു വാങ്ങിക്കണ്ട, അവിടെ പറഞ്ഞിട്ടുണ്ട് അത് നട്ടോളാൻ പറഞ്ഞു. ഉറുമ്പ് മേടിച്ചിട്ടേ തൊയിരി കടയിൽ തങ്ങി ആകെ മാന്തി പരിവായി. ചേരേട്ടൻ കുറേ റെഡ് ലേഡി നട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പപ്പായ കണ്ടമാനം നടലാണ് ഇപ്പോൾ പണി. കാരണം പപ്പായ ഇഷ്ടം പോലെ വാങ്ങിക്കുന്നത്. ചേച്ചി എവിടെയാ റെഡ് ലേഡി എന്ന് പറഞ്ഞത്? മാർബിൾ മിരിയില്ലേ. അപ്പോൾ ഞാൻ അവരെടുക്കുന്നു. ഇതിന് എത്രയാ വില? 30 രൂപയാണ്. ഇത് ചേരേട്ടൻ്റെ ശംഖുപുഷ്പട്ടാ. ഈ ശംഖുപുഷ്പത്തിൽ നിന്നാണ് ചേരേട്ടൻ വെള്ളം ഉണ്ടാക്കി നമുക്ക് കുടിക്കാൻ കണ്ടത്. നീല
ഒരു ശംഖുപുഷ്പം എന്നും പൂവുണ്ടാവും കണ്ടത് നോക്കിയാൽ നല്ല ഭംഗിയിൽ പൂ നോക്കി ഇത് എവിടെയൊക്കെ നിറച്ച് പൂവുണ്ട്. ഇതിൽ നിന്ന് വെള്ളം ഞാൻ നട്ടുണ്ട് കേട്ടോ, അവിടെ നട്ടുണ്ട് ശംഖുപുഷ്പം അറ്റത്ത്. ദേ പിന്നെ ഇവിടെ ഒരു ശംഖുപുഷ്പം ഉണ്ട് കണ്ടോ, ഇതൊരു ശംഖുപുഷ്പം വേറെ, ഇതുപോലെ പൂവുണ്ട്. പിന്നെ ഇപ്പുറത്തൊരു ശംഖുപുഷ്പം. ഇതേ കാലത്ത് പൊട്ടിച്ചാ കാലത്ത് പൊട്ടിച്ചു. അപ്പം എല്ലാവരും ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം, പപ്പായ, ഇത് പറയുന്നത് പപ്പായ എന്തോരണ്ടായാലും കുഴപ്പമില്ലെന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പപ്പായനെ ഇങ്ങനെ നടല്ല ചെയ്യണത്. ഇതിങ്ങനെ കെടുത്തിയിട്ട് നടുമ്പോൾ ഇവർക്ക് ഹെൽത്തായിട്ടുള്ള ഇത് കൂടുന്നു. അല്ല ഹെൽത്തായിട്ടുള്ളതില്ല, കുഴിയൂത്ത. അപ്പം ഞാനും അതുപോലെ അവിടെ രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണം ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊരു പപ്പയിന് തയ്യിന് നാടൻ കിട്ടിയില്ല, അതോരം വലുതായി തുടങ്ങി. പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പോയിട്ട് കൊണ്ടുവന്നതല്ല, ബാംഗ്ലൂരിൽ നിന്ന് അവർ തൈ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലാന്നാണ് പറഞ്ഞത്. മറ്റേ അഗ്രികൾച്ചർ ഇതിൻ്റെ പോയിപ്പോൾ സൗത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ ഫാമിലി അവിടെ പോയിപ്പോൾ അവർ പറഞ്ഞു തന്നില്ല ബാംഗ്ലൂരിൽ നിന്ന് വന്ന തയ്യാന്ന് പറഞ്ഞു. ശരി. അല്ലാണ്ട് സരിത ആലോചിക്കുന്നത് ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ പോയി ഞാൻ അറിയാണ്ട്. ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല, ചേട്ടന് വല്ലവരും തന്നതാന്ന് വിചാരിച്ചു ബാംഗ്ലൂരിൽ നിന്ന്. അതെ, ആഹ നല്ല കാറ്റില്ലേ, ബെസ്റ്റ് കാറ്റ്. പിന്നെ 2 നേന്ത്രവാഴ തൈ അല്ല നേന്ത്രവാഴക്കുന്നത് തന്നുണ്ട്. അല്ല 2 നേന്ത്രവാഴക്കുന്നുണ്ട്, അത് നടണം. അതോടൊപ്പം ഇത് കഴിഞ്ഞോട് കൂടിയിട്ട് സരിതര ഫുഡ്. അപ്പോൾ നമ്മൾ ഇവിടെയും ഇത് നട്ടുണ്ട് കേട്ടോ, നമ്മൾ ഈ വഴുതനങ്ങായിട്ടുണ്ട്, 2 വഴുതനങ്ങായിട്ടുണ്ട്. ഇതിൽ വഴുതനങ്ങ തന്നെയായിരുന്നു, അത് നാശമായി പോയി. അപ്പോൾ അതിലൊരു റെഡ് ലേഡി നടാം, ഇവിടെയും ഒരു നടാം. അപ്പോൾ അല്ലേട്ടൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കുഴി, ഒരു നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു കുഴി കുത്തി വേണ്ട. ഇതിങ്ങനെ അതിൽ ചപ്പും ചവറ് നിറയ്ക്കാണ് ചെയ്തത്. അപ്പം ഞാനും അങ്ങനത്തെ ഒരു കുഴി കുത്തണം. കുറേ നാളുകൾക്ക് ശേഷം കൊത്തി പിടിക്കാറില്ല ഇവിടേക്ക് അധികം. പക്ഷേ ഇവിടുത്തെ മണ്ണെടുത്ത് മാറ്റണമെങ്കിലേ പപ്പയുടെ പേര് ഇത്തിരി താഴ്ചയിൽ പോവില്ലോ. വെണ്ടക്കായനെ 4ആയിട്ട് കീറുന്നു. പയറുണ്ടായിട്ട് കേട്ടോ, പയറ് പിന്നെ അരിക്ക് പൊട്ടിക്കുന്നില്ലേ, പയർ വേറെ ആയിട്ട് വയ്ക്കാനേ പറ്റുള്ളൂ. അല്ല പറമ്പിൽ നല്ല വെയില് സരിത. ചവറത്തിരി വേണം, അപാര വെയിലേ. ചവറ് കായക്കോട്ടുണ്ട് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ലേ. വെയിലാവുമ്പോഴത്തേക്കും ചെയ്യണ്ടായിരുന്നു അല്ലേ. നല്ല വെയിൽ, എന്തിട്ടോ ചൂട്. കുറച്ച് നേരത്തെ മഴ പെയ്തല്ലോ, ഇതായാലും ചവറ് ഇടണു. ഇങ്ങനത്തെ വഴുതനങ്ങ വാങ്ങിച്ചാലും നിറച്ച് പുഴുവായിരിക്കും അല്ലേ. ഇതിൽ പുഴുണ്ടാ? ഏയ് പുഴുവില്ല. ഇല്ല. ഇത്ര വലുതാക്കിട്ട് മതി, ധൈര്യമായിട്ടാക്കിക്കോ. അല്ല ഇതിനും ചെറുതാക്കണ. ഏയ് ഇതെന്തിട്ട് എന്താല്ലേ നമ്മുടെ തോട്ടത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത്, അതിനെ കാട്ടി നിങ്ങൾ കളയരുത് സരിതേ. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം അത്. ചവറിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കും കേട്ടോ. കുമ്മായം എപ്പോഴും എല്ലാത്തിലും ഇട്ട് കൊടുക്കും കേട്ടോ. ഒരു ചട്ട അതെപ്പോഴും നല്ലതാ, ഈ പുളിക്കുള്ളതല്ലേ. കുമ്മായം ഇട്ടിട്ടുണ്ടല്ലോ, കുമ്മായം ഇട്ടിട്ടേ കുറച്ച് ദിവസം കിടക്കണം. അല്ല ഇതിപ്പോ അല്ലടി ഈ സാധനേ ഈ ഇതിൻ്റെ പേര് അവിടേക്ക് വരുമ്പോഴേക്കും ആ കുമ്മായൊക്കെ മണ്ണുമായിട്ട് ഇതായിട്ടുണ്ടാവും. ആരും പേടിക്കില്ല, അത് ആട്ടുംകാട്ടണം കേട്ടാ. അപ്പോൾ കുറച്ച് ആട്ടുംകാട്ടം കിട്ടണു. ആട്ടുകാട്ടം കഴിഞ്ഞു, ഒരു ചാക്ക് വാങ്ങിച്ചല്ലേ, അത് മരലിടണേ 290 കൊടുത്താ മതി. ഇത്തിരിച്ചിട്ട് കൊടുത്താ പോരെ. ഇത്തിരിശിനുള്ളത് നമുക്ക് കാണുമ്പോൾ കണ്ടമാനം നിങ്ങൾക്ക് തോന്നിക്കുന്നതാണ്. ആർക്ക്? എനിക്കാ? ചേട്ടാ ഇനി ഇതെല്ലാം നടുന്നതിലാണ് കാര്യം. ഇപ്പോൾ കുഴിയിലിപ്പോൾ സ്പോഞ്ച് പോലെ ഇവിടെ പപ്പായ എടുത്തു കേട്ടാ. എന്തൊരു ഭംഗിയല്ലേ.
അതിന്റെ വേരൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഓരോ ഇംഗ്ലീഷ് ചാനൽ ഇതിന് നടാൻ പോകണേട്ടാ. വേരിങ്ങനെ വരണം. അവർ നട്ടത് നമ്മൾ നേരെയല്ല കുഴിച്ചിടാ, സെന്ററിൽ ഇങ്ങനെ കെടുത്തി വെച്ചു. ഓ വേറൊരു സാധനം ഇത് ആ കുട്ടീരെ മുകളില് അല്ലേട്ടനോട് പറഞ്ഞിട്ടുള്ള ആളുടെ മെത്തേഡ് കേട്ടാ. അയ്യോ ഞങ്ങളിവിടെ വർത്താനം പറഞ്ഞതൊക്കെ അവിടെ വരില്ലേ. എന്നിട്ടാണ് തെറിയൊന്നും പറയണില്ലല്ലോ. ഏയ് പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെയാണ് മണ്ടത് കേട്ടാ. ഇതെന്താ വെച്ചിട്ടുണ്ടേ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനി ഇങ്ങനെയാണ് വലുതായി നേരെ വരാന്ന്. അപ്പോൾ വേരിന് പിടുത്തവും ബലം ഒക്കെ കൂടുന്നാണ് പറയുന്നത്. വിളവ് കൂടും, ഉറപ്പ് കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ പലരും പല രീതിയിൽ നടുന്നുണ്ടാവും. ഇത് മഴ പെയ്യുമ്പോൾ സരിതാ മഴേനെ പെയ്യുന്ന ഇത് അങ്ങനെ മരം ഞാൻ എനിക്കില്ല എന്ന് പറയും. നിങ്ങൾ എന്നെ കടത്തി നട്ടിട്ടല്ലേ? അല്ലാന്ന് ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ ഇതുപോലെ കുഴിച്ചിട്ട സാധനമാണ് നിക്കണേ. ഉയർന്നു തുടങ്ങി. ഞാനല്ല ചേട്ടനോട് ചോദിച്ചത് എന്തിങ്ങനെ നടണേ. അപ്പോൾ അല്ല ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ നട്ടിട്ട് അവര് ആദ്യമായിട്ട് അവര് മുന്നേ നട്ടുണ്ട് അങ്ങനെ. അയാൾ പറഞ്ഞു കൊടുത്തു വളം വലിച്ചെടുക്കാനും പിന്നെ ഇതിന് ഉറപ്പ് കൂടുന്നു. ഇവിടെ പെട്ടെന്ന് ഉറുപറ്റിയൊക്കെ മറിഞ്ഞു വീഴും കപ്പകളെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെരിച്ച് നട്ട് കഴിഞ്ഞാൽ. ഈ രണ്ട് നേന്ത്രവാഴ നടാം. ഇതാണ് ഇന്നത്തെ ഇപ്പം തന്നെ പൊട്ടിച്ചെടുത്ത വെണ്ടക്കായും വഴുതനങ്ങയാണ് കേട്ടത്. രണ്ടും വഴുവഴുപ്പുള്ള സാധനം. ഇതെന്തത്? ഇതാരെങ്ങനെ വെക്കുന്ന ആള്? രണ്ടിലും വാണ്ട് തരുക. നല്ല ഭംഗിയുള്ള ചെക്കൻ അല്ലേ? അക്ഷരം വായിക്ക് വല്ലതും തോന്നിയാ? ഇതില് വെള്ളം എന്തോരം ഒഴിക്കണം? അത് കുറച്ച് വെച്ചാൽ മതി. ജഗു തീ കത്തിക്കുന്ന ആള് കത്തിച്ചോ? കത്തിക്കണ്ട. ഇത് നമ്മള് മറ്റേ പടവലങ്ങ വെച്ചില്ലേ അതുപോലെ. ഇതിൽ ഉപ്പും പച്ചമുളക് കീറിയിടണ്ടേ? ചൂനമുളക് നമ്മുടെ ചൂനമുളക് പൊടിച്ചിട്ട് വരണേ അവിടത്തെ. ഈ മുളക് മതിയാ? അല്ല ചേട്ടൻ്റെ അല്ല ചേട്ടനോട് ഇന്ന് കാലത്ത് പറഞ്ഞു അത് പുതിയ മുളക, ഇതുവരെ നമ്മൾ വെക്കാത്തത്. അതൊന്ന് എരിവുണ്ടോന്ന് നോക്കിയാ അജോ പോണു. ആ അപ്പൊ ചേട്ടൻ വെറുതെ ചിരിച്ചു നിന്നുള്ളൂ. ഇപ്പൊ നോക്കിയേ കണ്ടപ്പോ അച്ഛൻ നോക്കണു. പല പല കളറിലുള്ള മിളകാണ് പറഞ്ഞത്. എനിക്കറിയില്ല ഏത് മിളകാണോ അല്ല ചേട്ടൻ പറഞ്ഞ അതാണോ അതോ ഈ വെള്ള മിളകാണാവോ? ഈശ്വര കഴുകിട്ട് കഴിക്കാം. കഴുകാണ്ട് നീ കയ്യോടെ എന്റെ വായിലേക്ക് കുത്തി തരുന്നില്ലേ? ഞാൻ പരിപാടിയില്ല. ഉണ്ണി തീ കത്തിച്ചാ? കഴുകട്ടെ. എന്തൊരു ചെയ്യണ നീ ചേട്ടാ? അപ്പോൾ ആ പച്ചമുളക് ഞാൻ കടിച്ച് ഞാൻ പോണേ. എരിവുണ്ട്, അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. ഭയങ്കര എരിവല്ല, എന്നാൽ അത്യാവശ്യം എരിവുണ്ട്. നല്ല എരിവുണ്ട്. 2 മണി തക്കാളി പൊട്ടിച്ചിനട്ടെ. പഴുത്തുണ്ടോ നോട്ടെ. ഒക്കെ പൊട്ടിച്ചു കഴിഞ്ഞാറേ ചരുത നല്ല എരിവാ. അതെ എരിവ് കുറയ്ക്കാൻ 2 മണി തക്കാളിന് പൊട്ടിച്ചാ. ചേട്ടനോട് ഒരു സഹതാപവും തോന്നുന്നില്ലേ? ഒരു സഹതാപവും തോന്നുന്നില്ലേന്ന്. വെളിച്ച കാലത്ത് അച്ഛനോട് പറഞ്ഞു പൊട്ടിച്ച് കഴിച്ചോക്കെ. അപ്പൊ അച്ഛൻ പൊട്ടിച്ചില്ല, അച്ഛൻ ചിരിച്ചു നിന്നു. ഇപ്പൊ ക്യാമറ ഓൺ ആയിരിക്കണമെന്ന് കണ്ടപ്പോൾ അച്ഛന് ആവേശം മൂത്തു. അപ്പൊ അച്ഛൻ പൊട്ടിച്ച് കഴിച്ചു. കണ്ണിന് വെള്ളം വരണ്ട? ഇല്ല, വരുന്നുണ്ട്. ചിരിച്ച് ചിരിച്ച് വരും ചിലപ്പോ. ആ വെള്ളമിളക് പൊട്ടിച്ചിട്ട് 2 കീറിടാ. അല്ലെ ഇതില് ഉപ്പും പാത്രം ചേട്ടാ. ഉപ്പില്ല, ഉപ്പേ ഇത് ഭരണയിലത്തെ കഴിഞ്ഞു. മതിയേ കൂടും, ആവശ്യം ഇട്ടാ മതി. ഇത്ര വെള്ളം പോരെ? വെള്ളം വേണമെങ്കിൽ ആക്കാം. ഇത്തിരി വെള്ളം കൂടി കഴിച്ചോ? ഇതിന്റെ വെള്ളം കുടിക്കാൻ ഭയങ്കര രസമാണ്. ഇതിന്റെ രസം ഇതിന്റെ രസം ഉണ്ടാന്ന് അറിയില്ല. ഇതൊരു വഴുവഴുന്ന് ഇരിക്കട്ടെ ചേട്ടാ. മറ്റേത് നല്ല രസാ. ഏത് പടവലങ്ങയുടെ എരിവ് തീ കത്തിച്ചേ. 2 പച്ചമുളക് കൂടി കീറിട്ടിട്ട് പച്ചമുളക് കീറിയിട്. അപ്പൊ ഞാൻ വാഴ നടട്ടാ. ഇത് പൊട്ടിക്കല്ലേ ആ വെള്ള? നിനക്ക് ഇഷ്ടമുള്ള പൊട്ടിച്ചോ. അധികം എരിവ് വേണ്ടല്ലോ അല്ലേ? വേണ്ട, പാചകല്ലേ. 2 മുളക് മതിയാവും. ഇത് എരിവുണ്ടോന്ന് നോക്കിയേ.
അത് സാധാരണ എരിവുള്ള നോക്കിയിട്ടുള്ളതാ. അതെ, ഇത് മുന്നേ നോക്കിയിട്ടുള്ളതല്ലേ. 3 എണ്ണം പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ. ഇത് നേന്ത്രവാഴ കാണാൻ പോവാ. നീ കഴിക്കില്ലെന്നാ? ഇങ്ങനെ കഴിപ്പിച്ചോളൂ അച്ഛൻ. ദിവനി എന്നോട് എടുത്തോ. ചേട്ടൻ ഇതിൽ പത വരുന്നു. അത് കുഴപ്പമില്ല, ജൈവമാണ്, ജൈവം. എന്തൊരു സുഖ കാറ്റെന്നറിയോ. അയ്യോ, ഇവിടെ കിടന്നുറങ്ങും. ഇങ്ങനത്തെ ബെഞ്ച് പണം നന്നായില്ലേ. കിടക്കണ്ടിരിക്കാൻ സകല സാധനങ്ങൾ നിരത്തി വെച്ചാണ്. അല്ല, അതിപ്പോൾ താൽക്കാലം വേണ്ടി ഇനി പാചകം ചെയ്യും മറ്റേ സാധനം കൊണ്ടു നോക്കിയില്ല. ഈ സാധനം ആ മേശ അല്ലേ. വെയിൽ കാരണം അവിടെ നിൽക്കാൻ പറ്റില്ല, പൊള്ള. ഇനിയിപ്പോൾ ഇവിടേക്ക് നനയ്ക്കാനായിട്ട് പൈപ്പിൻ്റെ സെറ്റാക്കുന്നുണ്ട്. മിക്സർ വെച്ചറിഞ്ഞ് വരും. പൈപ്പ് പച്ചക്കറികൾക്ക് നനയ്ക്കണ്ടേ. തീ ഓഫ് ചെയ്തു കേട്ടാ. ഇപ്പം തന്നെ തീ ഓഫ് ചെയ്തു. ചേട്ടൻ ഇതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വയ്ക്കുക, അത്രയല്ലേ ഉള്ളോ? അല്ല, വെന്ത് കഴിഞ്ഞിട്ട് വെന്തു. ഒരു മിനിറ്റ് വെന്താ പിന്നെ ഒറ്റ തിളക്കി വെന്തു. ഇനി ഇത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വയ്ക്കും. അപ്പം തന്നെയല്ല ഞാനും പറഞ്ഞു, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വെച്ച ഉണ്ണിയെ മൂടി വെച്ചു. അവിടെ ഇരിക്കട്ടെ. അവിടെ എൻ്റെ പാട നടട്ടെ. നമ്മളേ അത്ര വലിയ കുഴി കുത്തുന്നില്ല ചേട്ടാ. അതെ, സാധാരണ കുഴി കുത്തുന്നുള്ളൂ. കാരണം വല്ലാണ്ട് കുഴി കുത്തി കഴിഞ്ഞാൽ എന്താ വെച്ചിട്ട് ഇവിടെ വെള്ളം വർഷകാലം ഇപ്പോൾ വെള്ളം കയറില്ലോ. അപ്പോൾ വർഷകാലം ആകുമ്പോഴത്തേക്കും കഴിയില്ല. ഇത് അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്കും 10 മാസം വേണ്ടേ? ഇവിടുന്ന് 10 മാസം പിടിക്കുമ്പോൾ ശരിക്കും ജൂൺ വരില്ലേ? അടുത്ത മാസം ജൂൺ ജൂലൈയിൽ വരില്ലേ? അപ്പോൾ ഇനിയാ എവിടെ വാഴക്കന്ന്? കണ്ട വാഴക്കന്ന് അതൊക്കെ ചെത്തി കളഞ്ഞിട്ടല്ലേ ഈ കണ്ട അതിങ്ങനത്തെ ഇതൊക്കെ അലിക്കളയും. എൻ്റെ വാഴക്കന്നിൻ്റെ രീതി വയ്ക്കുന്നത് നോക്കണ്ട കേട്ടോ. ശരി, ഇതൊക്കെ ഉണക്ക ഈ മറ്റേ ചാണപ്പൊടി ചാണം വെണ്ണൂറും കൂടി തേച്ചിട്ട് പണ്ട് ചേട്ടൻ വെക്കണത് അങ്ങനെയാണല്ലോ ഞാൻ കണ്ടേക്കണേ. വെണ്ണൂറൊക്കെ തേച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും. ഇപ്പം അങ്ങനെ ചെയ്യണേ. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യില്ലാരും. ചീഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അതൊരു പണ്ടത്തെ രീതിയിലുള്ള വെപ്പായിരുന്നു. അതായത് ഇതിൻ്റെ ഉള്ളിൽ അധികമുള്ള ജലാംശം കളയാനാവും വെയിലത്ത് വെച്ച് ഉണക്കണേ. ഒക്കെ കളയും. അതായത് പണ്ട് ഈ വാഴക്കന്ന് പറിച്ചിട്ട് നമ്മൾ അവിടെ നിന്നൊക്കെ തലയിൽ ചോന്ന് കൊണ്ടുവരും. ഇങ്ങനെ ചില 10, 50, 100 വാഴയൊക്കെ നമ്മൾ നേന്ത്രവാഴ വയ്ക്കും. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇതൊക്കെ കന്ന് കൊണ്ടുവരിക. ഈ വാഴക്കന്ന് കൊണ്ടിട്ട് ഇതൊക്കെ തൊലി ചെത്തി വെണ്ണൂറും ചാണപ്പൊടിയും ചാണം കൂടി മിക്സ് ചെയ്തിട്ട് അതുമ്മ തേച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി ഇതൊക്കെ ഉണങ്ങി ചുക്ക് പോലെയാവും. അങ്ങനെ വരിയായിട്ടാണ് വെച്ചിട്ടുണ്ടാവും. മുളര തണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ച് പോയി. അത് വെയിൽ കൊണ്ട് ഉണങ്ങിയിട്ട് അതാണ് ഉണങ്ങി നന്നായി ഉണക്കം കഴിഞ്ഞിട്ടാണ് ഇത് കുഴി കുത്തിയിട്ട് വെക്കുന്നത്. അപ്പോൾ കേട് വരില്ല എന്നുള്ളതാണ് ഒരു വെപ്പ്. കേട് വരേണ്ടത് വരും. അതിപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേട് കുറവാണ്. അതിപ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്ക്. നേന്ത്രവാഴകൾക്ക് കേട് കുറവാണ്. പല ഇതുകളും ചെയ്യും. ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഞാനിപ്പോൾ ഒന്നും ചെയ്യില്ല. ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന ഇതൊക്കെ കാണിച്ചു തരാം. വേണ്ട, ഈ സാധനം ഞാൻ ഇതിലിങ്ങനെ വയ്ക്കും. അവിടെ നോട്ടെ. എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇഷ്ടം പോലെ പ്രതീക്ഷിക്കാം. പണ്ടത്തെ ഞാനല്ല, ഇപ്പോൾ ഞാനാകെ മാറി. കാലിൻ്റെ ഉള്ളിൽ ഒരു എന്തിനാണ് മുറിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ ഇതില്ലേ കുമ്മായം, ഇതൊക്കെ കുമ്മായം ഇട്ടിട്ടൊക്കെ ശരിയാക്കണം കേട്ടോ. ചപ്പ് ചോറൊക്കെ ഇട്ടിട്ട് ഒരു ചട്ട കുമ്മായം എടുക്കും. നമ്മുടെ ഒരു റെഡ് ലടിയാണ് കേട്ടോ കൂമ്പെടുത്തു. ഇനിയിപ്പോൾ എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്മായം ചവറും ഇട്ടിട്ട് മൂടും. കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ആട്ടുംകാട്ടം കോഴിക്കാട്ടം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അത് വേറെ ഇതൊന്നുമില്ല, ഉണ്ടാകും. ഇനി അത് ചൂടാറി കഴിഞ്ഞ് നമുക്ക് കഴിക്കട്ടെ. തരുതാ ഇതിങ്ങനെയായിട്ട് ഇടും. ഇനി കുറേ ചവറ് പിന്നെ എന്തോരം വേണമെങ്കിലും കിട്ടും നമുക്ക്. ഇവിടെ ചവറ് ഇഷ്ടം പോലെ ചവറിടും. ഇനി ചാണപ്പൊടി ഇടോ ചേട്ടാ? ചാണപ്പൊടി ഇപ്പോൾ ഇല്ല, കൂമ്പെടുത്തിട്ട് ഇനി അവൻ കൂമ്പെടുത്തോളൂ. ഇത്രയാണ് നമ്മുടെ നേന്ത്രവാഴ രീതി. ഇഞ്ചിക്ക് ഇത്തിരി മണ്ണിട്ട് കൊടുക്കട്ടെ. ഇഞ്ചിയിലൊക്കെ ഉണ്ടോ ഉഷാറായി വരുന്നുണ്ടോ? ഇഞ്ചിക്ക് ആവശ്യത്തിന് മണ്ണിട്ട് കൊടുക്കട്ടെ. ഇല്ലേ, മണ്ണിൻ്റെ അളവ് കുറവാണെങ്കിൽ നമ്മൾക്ക് ഇതിൽ മണ്ണ് ഇട്ട് കൊടുക്കണം. ഇതിലിപ്പോൾ നമ്മൾ
ഈ ആട്ടുംകാട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്. ഒക്കെ ദ്രവിച്ച് പോകണം, അല്ല ദ്രവിച്ചല്ല, ദഹിച്ച് പോകണം ഇതൊക്കെ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കൃഷികൾ. ചൂടാറായേ സരിത? നമുക്ക് ഫുഡ് കഴിക്കാം. എന്താ ചെയ്ത് ചൂടാറായില്ല? പറയുണ്ടാവില്ലേ? തുറന്നു വയ്ക്കാതെ നീ തുറന്നു വെച്ചോ, കുറച്ച് നേരമല്ലേ. നല്ല ആവല്ലേ വല്ലത് വീഴണ്ടാച്ചിട്ടാ മോളിൽ നിന്ന് നല്ല കാറ്റുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഇവിടെ തന്നെ പൊട്ടിച്ച് ഇവിടെ തന്നെ പാചകം ചെയ്ത് വെറുതെ തമാശക്ക് കഴിക്കുന്ന സാധനം. ചാറ് കുടിക്കി. ഉപ്പ് മാത്രമേ പുറത്തെത്തിയുള്ളൂട്ടാ, ബാക്കി എല്ലാം നമ്മുടെയാണ്. ജഗ്ഗു ഇത് കഴിക്കേണ്ട സമയത്തേക്ക് വിദഗ്ധമായി മുങ്ങി. വേപ്പിൻ്റെ ലൂടെ ആയിരുന്നു അല്ലേ വേണമെങ്കിൽ? ഒന്നും വേണ്ട, ചൂടുണ്ടില്ല എന്ന് കേട്ടോട്ടെ, ഞാൻ കഴിച്ചോട്ടെ. ചൂടുണ്ട്. എന്താ നല്ല രസം? നല്ല രസം. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചൂടാറേ സൂപ്പർ സാധനം. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. നമ്മളിത് കൊണ്ടുപോയിട്ട് കുറേ ഇതൊക്കെ ചെയ്ത് പണികളൊക്കെ കഴിച്ചിട്ട് ഇത് കൂട്ടാൻ വയ്ക്കും. ഉള്ളിയും മിളകൊക്കെ ഇടും അല്ലേ? ഗുണത്തിനെ നമ്മൾ കളയും. ചൂടുണ്ട്, ചൂട് കാരണം അറിയാം. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെയായിരിക്കും. ചൂടാറിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഒരു മിനിറ്റ്. ഇതൊരു ഹെൽത്തി ഫുഡായിരിക്കും അല്ലേ? ബെസ്റ്റ് സാധനമായിരിക്കും. ആയിരിക്കുന്നല്ലാണ് ആണ്. നമ്മൾ കഴിക്കാനായിട്ട് ചൂടാറി. എന്തൊരു ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ വായിലിടുമ്പോഴേക്കും അലിഞ്ഞു പോവാണ്. അതെ, ഇങ്ങനത്തെ കൂട്ടാന്ന് പറയാൻ പറ്റില്ല. മലയാളികൾ വെറുതെ കഴിക്കുക, അത്രേ ഉള്ളൂ അല്ലേ? അല്ല, നമുക്കൊക്കെ ഓരോ നേരം ചോറിനാണ്ട് ഇതൊക്കെ ചേരട്ടൻ ചെയ്യുന്ന പോലെ. ഇതിൻ്റെ ചാറൊക്കെ ഭയങ്കര രസമാണ്, കൊഴുപ്പുണ്ട്. ഇത് ശരിക്ക് ഈ ജ്യൂസ് ജ്യൂസ് അല്ലെന്ന് പറയാം, സൂപ്പ്. കൂടി വേണേ വെള്ളത്തിലേക്ക് അല്ലേ? വെള്ളം കുടിക്കാൻ നല്ല രസം. വെള്ളം ഭയങ്കര ടേസ്റ്റാണ്. നേരിയുള്ളൂട്ടാ. പിന്നെ നമ്മുടെ പന്തലുകളില്ലേ, അത് അതിൻ്റെ ഒരു കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരുമ്പിൻ്റെ പന്തലല്ല, ആ പന്തലമ്മ വെയിൽ കൊണ്ടിട്ട് ഈ പച്ചക്കറികളുടെ തണ്ടുകളൊക്കെ കരിയുന്നെന്ന് പറയുന്നത്. ടച്ച് ചെയ്യുന്ന സ്ഥലം. അതായത് ഇരുമ്പിൻ്റെ അത് മൊത്തം ചൂട്ട് പഴുക്കും. ഭയങ്കര ചൂടാവുമ്പോൾ ഈ പച്ചക്കറികൾ അതുമ്പോൾ നിൽക്കണത് ഉണങ്ങുന്നു, വാടുന്നു. അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം. ഇരുമ്പിൻ്റെ പന്തൽ കുറേ സ്ഥലത്തുണ്ട്. ഇത് ശരിക്ക് ഒരു പിഞ്ഞാണലൊക്കെ മുഴുവൻ തിന്നാം സുഖമായിട്ട്. ഇനി ഇന്നത്തെ ഇത് വെച്ചപ്പോഴേ വേണ്ട തോന്നുന്നു. കഴിക്കേണ്ട സമയത്ത് അവന് വയറ്റിൽ ഗ്യാസ് കയറി തോന്നുന്നു. ഞാനൊരു പഴം തിന്നിട്ട് വരാനായിട്ട് പോയതാ. പിന്നെ ഇങ്ങോട്ട് കാണാല്ലേ അവനെ. ഇതാണ് പറയുന്നത്, നല്ലത് നായ്ക്ക് നോക്കില്ല എന്ന് പറയില്ലേ? നമ്മുടെ കാർന്നമാർ പറഞ്ഞ കാര്യം ശരിയാ. അത് കഴിഞ്ഞു. നമ്മളൊക്കെ വെറുതെ ഒന്ന് കഴിച്ചു നോക്കിയെങ്കിലും ചെയ്യും, രസമുണ്ടോ. ഇത്തിരി കഴിച്ചു നോക്കിയിട്ട് രസമില്ലെങ്കിലാണ് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ വേണ്ടാന്ന് പറയുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർ കഴിച്ച് തന്നെ നോക്കില്ല. ചിലപ്പോൾ കഴിച്ച് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. കഴിഞ്ഞു കേട്ടാ. വേണ്ടേ ടേസ്റ്റ് നോക്കാം? കഴിക്കാതിരിക്കോ? നല്ലതൊന്നും കഴിക്കാതിരിക്കോ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പ് ഞാൻ അടുത്ത് കളയണം. കാണിക്കാവുന്ന വിളവെടുപ്പാണിത്. ആദ്യത്തെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ ചേട്ടാ? വെണ്ടക്കായ എത്ര വട്ടായി പൊട്ടിക്കണു? ഈ ചോപ്പ് വെണ്ടക്കായ കാണിക്കണത് ചോപ്പ് പച്ചയായി മാറിയാ വെണ്ടക്കായ കളറ് അല്ലേ? വെന്തപ്പോ പച്ച കളറായി. മറ്റേ ഇത് നടണ്ടേ? ഇനി വാഴ നടണം. പിന്നെ പയർ നടാണ്ട് കുറേ സാധനങ്ങൾ നടാണ്ട്. അതിങ്ങനെ തുറന്നുകൊണ്ടായിരിക്കും. ഇനി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എക്സാം വരും. ഇവിടേക്ക് പൈപ്പ് ഫിറ്റ് ചെയ്യാനായിട്ട് വെള്ളം നനയ്ക്കാനുള്ള സിസ്റ്റം ശരിയാക്കാൻ പോവുകയാണ്. അപ്പം നിർത്താട്ടോ. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ തന്നെ പൊട്ടിച്ച് തോട്ടത്തിൻ്റെ അവിടെ നിന്ന് പാചകം ചെയ്ത് ഒരു മായങ്ങളും ഒരു സാധനവും ചേർക്കാണ്ട് നമ്മൾ കഴിക്കുകയാണ്. ഭയങ്കര ഹെൽത്തി ഭക്ഷണം. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ ആയിട്ടാണ്. അവരെ നന്ദി, നമസ്കാരം.